വെൽക്കം ടു എവരി വൺ ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ടോക്കിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് ലെറ്റ്സ് ടോക്കിലൂടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയവും കാമവും എന്ന വിഷയം തന്നെയാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ വിരലോടിച്ചൊന്ന് പോയ സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹിത്യകാരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാമം എന്നാൽ നമുക്ക് ആരോടും തോന്നാം, പക്ഷേ പ്രണയം എന്നത് നമുക്ക് ഒരാളുടെ അടുത്ത് വളരെ ഇൻറ്റൻസീവായിട്ട് വളരെ സിൻസിയറായിട്ട് തോന്നുന്ന വികാരമാണെന്ന്. അങ്ങനെ ആ ഒരാളിൽ ഉണ്ടാകുന്ന ആ ഒരാളെ മാത്രം ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമ്പോഴേ അവിടെ ശരിക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരോടും എപ്പോഴും എങ്ങനെയും തോന്നാൻ പറ്റുന്ന ഒരു വികാരം അത് തന്നെയാണ് കാമം. എന്നാൽ ഞാൻ ഇതിന് കൊടുക്കുന്ന ഒരു ഡെഫിനേഷൻ വേറെയാണ് കേട്ടോ. പ്രണയം എന്ന് പേരിട്ട് വിളിക്കുന്ന ഇൻഫാക്ച്വേഷൻ ആണ് കാമം. ഇപ്പോൾ കാമത്തിൽ ലയിച്ച പ്രണയത്തെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. എവിടെ നോക്കിയാലും അങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ. ആർക്കും സിൻസിയർ ആയിട്ടുള്ള പ്രണയമില്ല, ഒരു പ്രണയം നഷ്ടപ്പെട്ട വേദനയില്ല. ആ പ്രണയത്തെ എങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ആർക്കും വയ്യ. എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ, അത് കഴിയുമ്പോൾ അത് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, അടുത്തൊരാൾ എന്തായാലും ഞാനിവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സാധനം തീരുമ്പോൾ മറ്റൊരു സാധനം നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം മേടിച്ച് വെക്കാറുണ്ട്. എന്തിനാണ്? ആ സാധനങ്ങൾ തീരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓടേണ്ടി വരരുതല്ലോ എന്ന് വെച്ചിട്ട്. അതുപോലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും. കാരണം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാകുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടുവച്ചിരിക്കും. കാരണം ഇത് കുറച്ചധികം പോയില്ല എന്നുള്ളത് നിലവിൽ അറിയാം. അപ്പോൾ ഒരു പക്ഷെ അത് പോയാലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ അടുത്തൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ വേണ്ടിയിട്ട് ശേഖരിച്ച് വെച്ചേക്കുന്ന വസ്തുക്കളെ പോലെ ഇങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ കീപ്പ് ചെയ്ത് പോകാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാതെ ഒരു കാലഘട്ടം മാറുന്നു എന്നുള്ളതാണ്. പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? കുറച്ച് ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. പ്ലേറ്റോ പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത് ആനന്ദത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം തന്നെയാണ് തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്ന്. അപ്പോൾ ഏറ്റവും വലിയ പ്രേരണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ആനന്ദത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ്. അതിപ്പോഴും കൊണ്ടെത്തിക്കുന്നത് നല്ല മാർഗങ്ങളിലൂടെ ആയിരിക്കില്ല. പ്രണയം നടിച്ച് മറ്റൊരാളുടെ ശരീരം കീഴ്പ്പെടുത്തുക, അത് ആസ്വദിക്കുക, ആസ്വദിച്ച ശേഷം കറിവേപ്പില പോലെ ഉപേക്ഷിച്ച് കളയുക, ഇതൊക്കെയാണ് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും രണ്ട് വ്യക്തികൾ പ്രണയത്തിലാവുമ്പോൾ അതിൽ ഒരാൾ ഭയങ്കര സിൻസിയർ, ഭയങ്കര ആത്മാർത്ഥതയുള്ളതായിരിക്കും. മറ്റേ ആൾക്ക് ആ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമാണ്, ഈ വ്യക്തി എനിക്ക് സമയം കളയാനുള്ള ഒരു ടൂളാണ്, ഒരു ടൈം പാസ് മാത്രമാണെന്നുള്ളത് ആദ്യം തന്നെ അറിയാന്നുള്ള കാര്യമാണ്. അയാളത് മനസ്സിൽ കുറിച്ചിട്ട കാര്യം തന്നെയാണ്. നിങ്ങളെ ഉപയോഗിച്ച ശേഷം നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയുടെ ഇന്റൻഷനും. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ജെൻഡറിനെ മാത്രം നമ്മൾ പറയുന്നത് ശരിയല്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ട വികാരം തന്നെയാണ്. പ്രണയം എപ്പോഴും അർത്ഥപൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രണയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരാൻ നമ്മൾക്കരികിലേക്ക് ഒരാൾ പടികയറി വരുമ്പോൾ മാത്രമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ് ആ പ്രണയത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അങ്ങനെ പടികയറി വരും വരെയും ആ പ്രണയം എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്. അർത്ഥം പറഞ്ഞു തരാൻ അങ്ങനെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രണയം അതിമനോഹരവുമാവും. അങ്ങനെ ഉണ്ടാവുന്ന പ്രണയത്തിൽ ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഒരുപക്ഷെ അടങ്ങിയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള വികാരങ്ങൾ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ, അല്ലെങ്കിൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരുടെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാത്ത വിധത്തിലായിരിക്കണം നിങ്ങളുടെ പ്ലഷേഴ്സ് എന്ന് പറയുന്നത്. നല്ല പ്രണയങ്ങൾ സംഭവിക്കട്ടെ. കാമക്കണ്ണിൽ കാണുന്നവരിൽ നിന്ന്, കാമഭ്രാന്തിൽ നിങ്ങളോട് അടുക്കുന്നവരിൽ നിന്ന്, നിങ്ങളെ ഉപയോഗിക്കാനുള്ള ഇന്റൻഷനുമായി എത്തുന്നവരിൽ നിന്നും ഒക്കെ തന്നെ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അവരിൽ നിന്ന് ഒരു അകലം പാലിക്കാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുവാണ്. എന്തായാലും മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.